ലോണ്ടറി ബിസിനസ് എന്ന് പറയുമ്പോൾ രണ്ട് സെഗ്മെൻറ്റിലുള്ള ലോണ്ടറികളാണ് നമുക്കുള്ളത്. ഒന്ന് റീറ്റെയിൽ ലോണ്ടറി ബിസിനസ്സാണ്. അതായത് നമ്മൾ വീടുകളിലത്തേക്ക് തുണികൾ ചെയ്യുന്നില്ലേ, ഡ്രൈ ക്ലീനിങ് എന്നൊക്കെ ബോർഡ് വെച്ച് കാണാമല്ലോ, അങ്ങനെ ചെയ്യുന്ന യൂണിറ്റുകൾ. ഈ യൂണിറ്റുകളിൽ എത്ര അഡ്വാൻസ്ഡ് മെഷീൻസ് നമ്മൾ വെച്ചാലും സ്കിൽഡ് മാൻ പവറിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ ഈ വർക്ക് നടക്കുകയുള്ളൂ. അതേ സ്ഥാനത്ത് ഇനിയൊരു സെഗ്മെൻ്റ് ഉള്ളതാണ് കൊമേഴ്സ്യൽ ലോണ്ടറി. അതായത് ഹോട്ടൽ, ഹോസ്പിറ്റൽ, റിസോർട്ട് തുടങ്ങിയ വർക്കുകൾ ചെയ്യുന്ന ലോണ്ടറി യൂണിറ്റുകൾ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 90% വർക്കുകളും ചെയ്യുന്നത് മെഷീനറികളാണ്. മുൻപരിചയം ഒന്നുമില്ലാതെ തന്നെ ടെൻഷൻ ഫ്രീ ആയിട്ടും ലാഭകരമായിട്ടും ചെയ്യാവുന്ന ലോണ്ടറിയാണ് കൊമേഴ്സ്യൽ ലോണ്ടറികൾ. ടെക്ക്രാഫ്റ്റ് കൊമേഴ്സ്യൽ ലോണ്ടറികൾ മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് വാഷറും ഡ്രയറും അല്ല, US-ൻ്റെ ഇമ്പോർട്ട് ചെയ്യുന്ന മെഷീൻസാണ്. ഇതിൻ്റെ വാഷറുകളിൽ നമുക്ക് എക്സ്ട്രാക്ടർ എന്ന് പറഞ്ഞൊരു മെഷീൻ ആവശ്യമേ ഇല്ല. കാരണം തുണി വാഷിങ് കഴിഞ്ഞ് വാഷിംഗ് മെഷീനിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ തന്നെ ഏകദേശം 80-85% വെള്ളം ഡ്രെയിൻ ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഇതിൽ അയൺ ചെയ്യേണ്ട തുണികളുണ്ട്, അയൺ ചെയ്യേണ്ടാത്ത തുണികളുണ്ട്. അയൺ ചെയ്യേണ്ടാത്ത തുണികൾ, അതായത് ബ്ലാങ്കറ്റ്, ടവൽസ് തുടങ്ങിയ തുണികൾ വാഷിങ് കഴിഞ്ഞാൽ നേരെ എടുത്ത് ഡ്രയറിലിട്ട് ഉണക്കി മടക്കി വയ്ക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇനിയൊന്നുള്ളത് അയൺ ചെയ്യേണ്ട തുണികളാണ്. അയൺ ചെയ്യേണ്ട തുണികൾ ഒരു ഫ്ലാറ്റ് വർക്ക് ഡ്രയർ അയണിലേക്ക് ഫീഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് പ്രിൻ്ററിൽ പേപ്പർ വെച്ച് കൊടുക്കില്ലേ, അതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ ഉണങ്ങി അയണായിട്ട് പുറത്ത് വരും. അതെടുത്ത് മടക്കണം. അപ്പോൾ നമ്മൾക്ക് ഇതിനകത്ത് ആളുകളുടെ ആവശ്യം വരുന്നത് മെഷീനിലേക്ക് തുണികൾ ഫീഡ് ചെയ്യാനും അതുപോലെ തിരിച്ചെടുത്ത് മടക്കാനും മാത്രമാണ്. ഇതിൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇങ്ങനത്തെ യൂണിറ്റുകളെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. കൂടുതൽ വിവരങ്ങൾ തരുന്നതാണ്. താങ്ക് യു.